വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രതിയായ SNDP മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ 3 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി. SP ശശിധരൻ തന്റെ കേസ് അന്വേഷണം പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ പറയൂ. വർഷങ്ങൾ പഴക്കമുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രധാനപ്പെട്ട പ്രതി. അതായത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെറിയ പലിശയ്ക്ക് നൽകുന്ന പണം അത് മൈക്രോ ഫിനാൻസ് വഴി SNDP വിവിധ ശാഖാ തലങ്ങളിൽ താഴേക്ക് നൽകുകയാണ് ചെയ്തിരുന്നത്. ആ പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം 3 മാസത്തിനകം പൂർത്തീകരിച്ചിരിക്കണം എന്നൊരു അന്ത്യശാസനമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ പല ഉദ്യോഗസ്ഥർ മാറി അന്വേഷിച്ച ഒരു കേസാണിത്. ഏറ്റവും ഒടുവിൽ S ശശിധരൻ IPS ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അദ്ദേഹം വിജിലൻസിന്റെ എറണാകുളം SP ആയിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അന്വേഷിച്ചത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കെപ്പയിലേക്ക് പോലീസ് അക്കാഡമിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത്. ഇന്ന് SP ശശിധരനെ ഹൈക്കോടതി നേരിട്ട് കേട്ടു. അതിനുശേഷമാണ് ഈ ശശിധരൻ തന്നെ ഈ കേസ് തുടർന്ന് അന്വേഷിക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതനുസരിച്ച് പുതിയ ഉത്തരവിറക്കാൻ ഇപ്പോൾ വിജിലൻസ് മേധാവിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാളെ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ കേസിന്റെ പ്രാധാന്യം എന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്നതാണ്. ഇതിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ കേസിലെ പ്രതികൾക്കെതിരായ കുറ്റപത്രമാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. ആ അന്വേഷണം 3 മാസത്തിനകം പൂർത്തീകരിച്ചിരിക്കണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ശരി ബിനിൽ.